ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം തുടരുകയാണല്ലോ. ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകർ സംഘടിപ്പിക്കുന്ന പൗരസാഗരം നാളെയാണിത്. കേരളം ആശമാരോടൊപ്പം എന്ന പേരിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘടിപ്പിക്കുന്ന പ്രതിഷേധ സാഗരത്തിൽ രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലയിലെ പ്രമുഖർ അണിനിരക്കും. ആശാസമരം 2 മാസം പിന്നിടുന്ന സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കുന്നത്. രശ്മി കാർത്തിക ചേരുന്ന വിവരങ്ങളുമായി. രശ്മി, സമരം ആശമാർ ശക്തമാക്കുന്നു, നിരാഹാര സമരമടക്കം നടത്തുന്നു, വിവിധ തലത്തിൽ ചർച്ചകൾക്ക് സന്നദ്ധരാകുന്നു. ഒരു സമൂഹം ഒന്നാകെ അവർക്ക് പിന്തുണയുമായി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴും നമുക്കറിയാം സർക്കാർ കടുംപിടുത്തം സ്വീകരിച്ചു പോരുന്നത്. ഇതിപ്പോൾ നാളെ ഈ അവിടെയും ഇവിടെയും ഇരുന്നുള്ള അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെയുള്ള സപ്പോർട്ട്, പിന്തുണ എന്നുള്ളതല്ലാതെ ഒന്നിച്ചു ചേരുന്നുണ്ട്, ഞങ്ങൾ അവർക്ക് പിന്നിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗരസാഗരം നടക്കാൻ പോകുന്നത്. എന്താണ് അവർ പറയുന്നത്? വീണ, സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശമാരുടെ സമരം അതേതാണ്ട് 2 മാസം ആകുന്നു. അവരുടെ നിരാഹാര സമരം ഇന്ന് ആരംഭിച്ചിട്ട് 23ാമത്തെ ദിവസമാണ്. രാപ്പകൽ സമരം ആരംഭിച്ചിട്ട് ഇന്ന് 61ാമത്തെ ദിവസമാണ്. ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ സമരത്തിന്റെ പിന്തുണ ഏറി വരികയാണ്. സർക്കാർ പലതവണയും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു, പക്ഷേ അതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ളൊരു തീരുമാനവും ആയിട്ടില്ല. ഏതായാലും ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും പെൻഷൻ ആനുകൂല്യം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ഇതിലൊക്കെ തന്നെ അന്തിമ തീരുമാനമാകുന്നതുവരെ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് ഈ ആശമാർ ഉള്ളത്. നാളെ നിരവധി ആളുകൾ ഈ സമരത്തിന് പിന്തുണ അർപ്പിച്ചെത്തുന്നുണ്ട് എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ ഒരു വിവരം? എല്ലാവരും അവരവരുടെ കുടുംബക്കാരും എല്ലാവരുമായിട്ട് ഇവിടെ സംഗമിക്കുന്നുണ്ട് നാളെ. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നു, ഒരു മാറ്റവും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും ഞങ്ങളിത് സാധിച്ചിട്ടേ സമരത്തിൽ നിന്ന് പിന്മാറുള്ളൂ. ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. സർക്കാർ ഇതുവരെയും അതിലൊരു നിങ്ങളുടെ ആവശ്യം അംഗീകരിക്കാത്ത ഒരു സമീപനം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അത് മാത്രം പോരല്ലോ. പല ആശമാരും ഞങ്ങളെല്ലാം ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങളുടെ കുടുംബം പോറ്റാൻ ഞങ്ങൾക്ക് ഈ ഒരു വാക്ക് പോരാ, പണം തന്നെ വേണം ഇന്ന് ജീവിക്കണമെങ്കിൽ. അപ്പം നമ്മൾ അതിന് മുന്നോട്ട് തന്നെ പോകും. അതാണ് ഞങ്ങളുടെ ദൃഢനിശ്ചയം. വിജയം കണ്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് മടങ്ങുള്ളൂ. വളരെ ഉറച്ച തീരുമാനം തന്നെയാണ്. വിജയം കാണാതെ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നുള്ളതാണ് ആശമാർ പറയുന്ന ഒരു കാര്യം. ഈ സമരം ഇപ്പോൾ 1-2 ദിവസമല്ല, 61 ദിവസങ്ങളിലേക്ക് എത്തുന്നു. നാളെ കൂടുതൽ ആളുകൾ വിവിധ മേഖലകളിൽ നിന്നുള്ള രാഷ്ട്രീയ സാംസ്കാരിക ചലച്ചിത്ര മേഖലകളിൽ നിന്നുള്ള നിരവധി പ്രമുഖർ ഉൾപ്പെടെ ഈ സമരത്തിന് പിന്തുണ നൽകാൻ ഈ സമരപന്തലിലേക്ക് എത്തും. ഓണറേറിയത്തിനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പിൻവലിക്കുക, അതോടൊപ്പം തന്നെ അവർക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക, ഓണറേറിയം വർദ്ധിപ്പിക്കുക, ഈ ആവശ്യങ്ങളാണ് ആശമാർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇവരുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. പലതവണ ചർച്ചയ്ക്ക് വിളിക്കുന്നു, പക്ഷേ ആ ചർച്ചയിലൊന്നും തന്നെ തീരുമാനമായിട്ടില്ല. മാത്രമല്ല അവരെ നിരന്തരം അവഹേളിക്കുന്ന സമീപനം പല CPM നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുമുണ്ട്. ഏതായാലും സമരം വളരെ ശക്തമായി തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുകയാണ്. നാളെ വിവിധ മേഖലകളിൽ നിന്നുള്ള കൂടുതൽ പേർ സമരത്തിന് പിന്തുണ നൽകാനെത്തും. വീണ. ഓക്കെ, ശരി രശ്മി.